ഹേയ്, വെൽക്കം ബാക്ക് ടു അപ്സൈക്കിൾ ബേസ്. ഇന്ന് നമ്മുടെ കയ്യിൽ ഒരു തേങ്ങയുണ്ട്, കുറച്ച് ചിരട്ടയുണ്ട്. ഇത് വെച്ചിട്ട് നമുക്കൊരു ഐറ്റം ചെയ്യാം. ഇവൻ വേറൊരു ഐറ്റം അല്ല, ഒരു പോർട്ടബിൾ ബ്ലൂടൂത്ത് സ്പീക്കറാണ്. അപ്പോൾ മേക്കിങ്ങിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തേങ്ങയൊന്ന് വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ കട്ട് ചെയ്തപ്പോൾ ചെളി കയറിയത് പോയി. പക്ഷേ നമ്മുടെ തേങ്ങ എന്തായാലും നന്നായിട്ട് മുറിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ചിരട്ടയിൽ നിന്ന് ആ ഫ്ലഷ് ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഫ്ലഷ് നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ചൂടാക്കുന്ന സമയത്ത് ചിരട്ട പൊട്ടിപ്പോയി. പക്ഷെ നമ്മൾ തളരത്തില്ല, പുതിയൊരു ചിരട്ട സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്കിനി 2 കണ്ണും മൂക്കും വായുവൊക്കെ ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ അത് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ ഷേപ്പ് പോലെ തന്നെ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കണ്ണും വായുവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ചാർജിങ് പോർട്ടിന് വേണ്ടിയിട്ടുള്ള ഹോളൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ചാർജിങ് പോർട്ടിൻ്റെ ഹോളും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് തൊപ്പിയുടെ ഷേപ്പിൽ ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം. തൊപ്പിയും അപ്പോൾ സെറ്റായിട്ടുണ്ട്. കൂടാതെ നമ്മൾ കണ്ണിനും മൂക്കിനും ചെവിക്കും പല്ലിനും മുടിക്കുമുള്ള പീസുകളും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മൗത്തിൻ്റെ ഭാഗത്താണ് നമ്മൾ സ്പീക്കർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം സ്പീക്കറിൻ്റെ കവറിന് വേണ്ടിയിട്ട് ഒരു ക്ലോത്തിൻ്റെ പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ കണ്ണ്, മൂക്ക്, ചെവി, പല്ല് ഉൾപ്പെടെ എല്ലാ പീസുകളും നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കമ്പോണൻസ് എല്ലാം 1 by 1 ആയിട്ട് നമ്മുടെ ചിരട്ടയ്ക്കുള്ളിലേക്ക് സെറ്റ് ചെയ്തെടുക്കണം. ഫസ്റ്റ് തന്നെ നമ്മൾ സ്പീക്കറാണ് സെറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അതിന് മുന്നേ ആയിട്ട് നമുക്ക് പല്ലിൻ്റെ പീസൊന്ന് ഒട്ടിച്ചെടുക്കണം. കൊച്ചു കുട്ടികൾക്കൊക്കെ പല്ല് വരുന്ന പോലെ നമ്മൾ 2 പല്ല് മാത്രമേ സെറ്റ് ചെയ്തെടുക്കുന്നുള്ളൂ. ഇനി ആ കണ്ണിൻ്റെ പീസൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ക്ലോത്തിൻ്റെ പീസൂടെ ഒട്ടിച്ച് സ്പീക്കറും കൂടി നമ്മളൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ റീചാർജബിൾ ആയിട്ടുള്ള ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് മോഡ്യൂൾസൊക്കെ ഒന്ന് കണക്ട് ചെയ്തെടുക്കണം. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ബ്ലൂടൂത്ത് മോഡ്യൂൾ. ഇത് നമ്മുടെ ആംപ്ലിഫയർ മോഡ്യൂൾ. 100 MUFൻ്റെ 2 കപ്പാസിറ്റേഴ്സും കൂടി എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ബാറ്ററി പ്രൊട്ടക്ഷൻ മോഡ്യൂളാണ്. നമുക്ക് സി ടൈപ്പ് മൊബൈൽ ചാർജർ വെച്ചിട്ട് ഇത് റീചാർജ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഇതിൽ ഓവർ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് പ്രൊട്ടക്ഷൻ കൂടിയുണ്ട്. ഇതാണ് നമ്മുടെ ബാറ്ററി പാക്ക്. 3.7 വോൾട്ടിൻ്റെ 2 ലിഥിയം അയൺ ബാറ്ററീസ് പാരലായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. ഇത് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച 2 ഇഞ്ചിൻ്റെ സ്പീക്കർ, 1 മീറ്റർ ജമ്പർ വയറും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കണക്ഷൻസൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ബാറ്ററി പാക്ക് നമ്മുടെ പ്രൊട്ടക്ഷൻ മോഡ്യൂളുമായിട്ടൊന്ന് കണക്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ബാറ്ററി പാക്കിൻ്റെ പോസിറ്റീവ് മോഡ്യൂളിൻ്റെ ബി പോസിറ്റീവിലേക്കും നെഗറ്റീവ് ബി നെഗറ്റീവിലേക്കും കണക്ട് ചെയ്യണം. ഞാൻ ഈ മോഡ്യൂൾസ് എല്ലാം വാങ്ങിയിരിക്കുന്നത് കോട്ടയത്തുള്ള മാക്സോണിക്സ് എന്ന് പറഞ്ഞിട്ട് ഷോപ്പിൽ നിന്നാണ്. ഈ മോഡ്യൂൾസിനെല്ലാം തന്നെ 40 രൂപ 50 രൂപ പ്രൈസ് റേഞ്ചേ വരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ബാറ്ററിയുടെ കണക്ഷൻസ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കർ റീചാർജബിൾ ആയതുകൊണ്ട് തന്നെ ഒരു സ്വിച്ചിൻ്റെയും കൂടെ ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചിരട്ടയിൽ ഒരു ഹോൾ ഇട്ടിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്വിച്ച് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മുടെ സർക്യൂട്ടിന് ആവശ്യമായിട്ടുള്ള പവർ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രൊട്ടക്ഷൻ യൂണിറ്റിൻ്റെ ഔട്ടിൻ്റെ പോസിറ്റീവിനും നെഗറ്റീവിൽ നിന്നും ഓരോ വയർ സോൾഡർ ചെയ്തെടുക്കാം. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്വിച്ചിൻ്റെ കണക്ഷനാണ് കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഔട്ടിൻ്റെ പോസിറ്റീവിൽ നിന്ന് സ്വിച്ചിൻ്റെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യണം. ഇനി സർക്യൂട്ടിലേക്ക് പവർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്വിച്ചിൻ്റെ ഔട്ട്പുട്ടിൽ നിന്നൊരു വയർ കൂടി നമുക്ക് സോൾഡർ ചെയ്തെടുക്കാം. അപ്പോൾ സ്വിച്ചിൻ്റെ കണക്ഷൻസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്ററി പാക്കും പ്രൊട്ടക്ഷൻ മോഡ്യൂളും കൂടി ചിരട്ടയ്ക്കുള്ളിലേക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. മോഡ്യൂൾ നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഹാഫ് പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ വർക്കിൻ്റെ മെയിൻ പാർട്ടിലേക്ക് കിടക്കാം. ബ്ലൂടൂത്ത് മോഡ്യൂളും ആംപ്ലിഫയറും തമ്മിലാണ് കണക്ട് ചെയ്യേണ്ടത്. ബ്ലൂടൂത്ത് മോഡ്യൂളിൽ നിന്നുള്ള സിഗ്നൽ ആംപ്ലിഫയറിലൂടെ കടത്തി ആംപ്ലിഫൈ ചെയ്തിട്ടാണ് നമ്മൾ സ്പീക്കറിലോട്ട് ഔട്ട് കൊടുക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ബ്ലൂടൂത്ത് മോഡ്യൂളിൻ്റെ കണക്ഷനാണ് കൊടുക്കുന്നത്. നമുക്ക് നോയ്സ് റിഡക്ഷന് വേണ്ടിയിട്ട് 100 MUFൻ്റെ കപ്പാസിറ്റേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ആദ്യം തന്നെ നമ്മൾ കപ്പാസിറ്റർ കണക്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം ഇത് കപ്പാസിറ്ററിൻ്റെ ലെഗ്സിൽ നിന്നാണ് നമ്മൾ അടുത്ത കണക്ഷൻസ് എടുത്ത് കൊടുക്കുന്നത്. കപ്പാസിറ്റർ നമ്മൾ കണക്ട് ചെയ്യുന്നത് ഇൻ ബിറ്റ്വീൻ VCC ആൻഡ് ഗ്രൗണ്ടാണ്. അതായത് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് VCCയിലേക്കും നെഗറ്റീവ് ഗ്രൗണ്ടിലേക്കും കണക്ട് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ആംപ്ലിഫയറിലും ഒരു കപ്പാസിറ്റർ ആഡ് ചെയ്തെടുക്കണം.
അപ്പോൾ കപ്പാസിറ്റീവ്സ് രണ്ട് നമ്മൾ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി രണ്ട് കപ്പാസിറ്റീവ്സിൻ്റെയും പോസിറ്റീവ്സും നെഗറ്റീവ്സും തമ്മിൽ കണക്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കപ്പാസിറ്റീവ്സിൻ്റെ ലെഗ്സിലേക്കാണ് നമ്മൾ പവർ ഇൻപുട്സ് കൊടുക്കുന്നത്. ഇങ്ങനെ കോമൺ ആയിട്ട് പവർ കൊടുക്കുന്നുണ്ട് നമുക്ക് നോയ്സും റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് 3 കണക്ഷൻസും കൂടിയാണ് ചെയ്യാനായിട്ടുള്ളത്. അതിൽ R, T, L അങ്ങനെ 3 പോയിൻറ്റ്സ് ഉണ്ട്. ആംപ്ലിഫയറിലും ഉണ്ട്, ബ്ലൂടൂത്ത് മോഡ്യൂളിലും ഉണ്ട്. അതിൽ R Tയും L തമ്മിലാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ബ്ലൂടൂത്ത് മോഡ്യൂളും ആംപ്ലിഫയറും തമ്മിലുള്ള കണക്ഷൻസും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി സ്പീക്കറിൻ്റെ ഔട്ടാണ് സെറ്റ് ചെയ്യാനുള്ളത്. അതിന് വേണ്ടിയിട്ട് ആംപ്ലിഫയർ മോഡ്യൂളിൽ ലെഫ്റ്റ് ഔട്ടും റൈറ്റ് ഔട്ടും ഉണ്ട്. ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ഓരോ വയേഴ്സ് കണക്ട് ചെയ്തെടുക്കണം. അപ്പോൾ സ്പീക്കറിനുള്ള വയേഴ്സ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സർക്യൂട്ടിന് ആവശ്യമായിട്ടുള്ള പവർ ഇൻപുട്സ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് സ്വിച്ചിൻ്റെ ഔട്ടിൽ നിന്ന് എടുത്തിട്ട് കപ്പാസിറ്റീവ്സിൻ്റെ പോസിറ്റീവ് ലെഗിലും പ്രൊട്ടക്ഷൻ മോഡ്യൂളിൻ്റെ നെഗറ്റീവ് ഔട്ടിൽ നിന്ന് കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് ലെഗിലേക്കും കണക്ട് ചെയ്യണം. ഇനി നമുക്ക് സ്പീക്കറിൻ്റെ കണക്ഷൻ കൂടി ചെയ്യാനുള്ളൂ. അപ്പോൾ നമ്മൾ ആംപ്ലിഫയറിൻ്റെ ഔട്ടിൽ നിന്നും സ്പീക്കറിൻ്റെ പോസിറ്റീവ് നെഗറ്റീവിലേക്കും കറക്റ്റായിട്ട് കണക്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കണക്ഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്ററീസും കൂടി ഒന്ന് ആഡ് ചെയ്യാം. ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മളൊരു സോങ് പ്ലേ ചെയ്ത് നോക്കി, അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കോപ്പിറൈറ്റ് ഇഷ്യൂസ് കാരണം നമ്മളത് വീഡിയോയിൽ കാണിക്കുന്നില്ല എന്ന് മാത്രം. ഷോർട്ട് സർക്യൂട്ട് ഒന്നും ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മോഡ്യൂൾസ് എല്ലാം ചിരട്ടയ്ക്കുള്ളിൽ സേഫായിട്ടൊന്ന് പ്ലേസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഉള്ളിലെ വർക്കുകളെല്ലാം കഴിഞ്ഞുകൊണ്ട് ഇനി നമുക്ക് ചിരട്ടകളെ തമ്മിലൊന്ന് ഒട്ടിച്ചെടുക്കാം. ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഫ്ലെക്സ് ക്യൂക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചിരട്ട നന്നായിട്ട് തന്നെ ഒട്ടിക്കിട്ടിയിട്ടുണ്ട്. മറ്റൊരു ചിരട്ടയിൽ നിന്ന് ഇതുപോലൊരു പീസ് നമുക്ക് സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റാൻഡ് നമുക്ക് ഇതിലേക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇതിലെ ഒരു റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് ഗ്ലൂ പോയിട്ട് മറ്റ് ഡാമേജസ് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് തൊപ്പിക്കും മുടിക്കും വേണ്ടിയിട്ടുള്ള പീസുകളൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി മൂക്കിനും ചെവിക്കും വേണ്ടിയിട്ടുള്ള പീസുകളിലൂടെയാണ് ഒട്ടിക്കാനുള്ളത്. വേഗം അതുകൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ചിരട്ടയിൽ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് കാണുന്നുണ്ട്. അത് നമുക്ക് ചിരട്ടയുടെ പൗഡറും ഗ്ലൂവും വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഇനി എക്സസ് ആയിട്ട് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് സാൻഡ് പേപ്പർ വെച്ച് ഒന്ന് സ്മൂത്താക്കിയും കൂടെ എടുക്കാം. ഇനി ഡസ്റ്റൊക്കെ ഒന്ന് കളഞ്ഞേച്ച് വുഡ് പോളിഷ് വെച്ചിട്ട് ഒന്ന് പോളിഷ് ചെയ്തും കൂടെ എടുക്കാം. കണ്ണിനും പല്ലിനും കളറും കൂടി ചെയ്തെടുത്തപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവനൊന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ അവൻ ഓണായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മൊബൈലുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. പെയറിങ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെയർ ചെയ്തുകൂടെ എടുക്കാം. അപ്പോൾ നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കർ കണക്റ്റഡ് സക്സസ്ഫുള്ളി. ഇനി നമുക്ക് ഇവൻ്റെ റേഞ്ച് ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് മൊബൈൽ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് മുറ്റത്തേക്ക് ഒന്ന് ഇറങ്ങി നോക്കാം. അത്യാവശ്യം മിറ്റം വരെയൊക്കെ കിട്ടുന്നുണ്ട് നമുക്ക്. ഓക്കെ, ഒരു 8 മീറ്ററൊക്കെയാണ് നമുക്ക് റേഞ്ച് കിട്ടുന്നുണ്ട്. നമ്മൾ മുറ്റത്ത് ഇത്ര ഇറങ്ങി വന്നപ്പോഴത്തേനുമാണ് ഒന്ന് ഡിസ്കണക്റ്റ് ആയത്. അപ്പോൾ നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ ലൈക്ക്, ഷെയർ ആൻഡ് ഹിറ്റ് ദ സബ്സ്ക്രൈബ് ബട്ടൺ.